ഏപ്രിൽ 10 സമുദ്രയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രീ ബർത്ത്ഡേ പ്രിപ്പറേഷനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് പേരൻ്റ് ആവുന്ന ആളുകൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കുറച്ചും കൂടി കണക്റ്റ് ആവും. കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മെമ്മറബിൾ ആക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കും. പക്ഷെ നമ്മൾ എത്ര പ്രീ പ്ലാൻ ചെയ്താലും ഡെസ്റ്റിനി എന്ന് പറയുന്നൊരു സാധനം ഇതിനെയൊക്കെ മെസ്ഡപ്പ് ചെയ്യും. അങ്ങനെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. സമുദ്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ത്രെഡിൻ്റെ വള ഉണ്ടാക്കി, മാല ഉണ്ടാക്കി, ക്രോഷയുടെ ഹെയർ ബോ ഉണ്ടാക്കി. അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾ ഉറങ്ങുന്ന സമയത്തും ഉണർന്നിരിക്കുന്ന സമയത്തും ഒക്കെ കുറേ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഒരു പ്രീ ബർത്ത്ഡേ ഷൂട്ടും അതിന് കോൺസെപ്റ്റും അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തൊട്ട് തലേദിവസം, ബർത്ത്ഡേയുടെ തലേദിവസം സമുദ്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പനിയായിട്ട്. അവൾ എൻ്റെ ദേഹത്തോടെ ഛർദ്ദിച്ച കഥയാണ് ഞാൻ എൻ്റെ അബിയോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ വീണിട്ടുണ്ടായിരുന്നു, ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് പിറ്റേ ദിവസം ഞാൻ നിൽക്കുന്നതെന്നൊക്കെയുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബർത്ത്ഡേയുടെ തലേദിവസം ഡിസ്ചാർജ് ആയെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ ഞാനും കൺഫ്യൂസ്ഡ് ആണ്. പ്ലാൻ ചെയ്തിട്ട് ഷൂട്ട് എങ്ങനെയാവും, എന്താവും. കാരണം ഇത് കഴിഞ്ഞ് അടുത്തൊരു ഡോക്ടറെ കാണാൻ പോകാനുണ്ട്, OT ചെയ്യാൻ പോകാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അതെന്തായെന്നുള്ളത് നാളെ പറയാം. അപ്പോൾ ബൈ.